മറ്റേ നിന്റെ മറ്റേ അമ്മ പറഞ്ഞ പോലെയല്ലോ പട്ടുസാരി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണോ അടുക്കളയിൽ നിൽക്കേണ്ടത്? ഇവിടെ പണിയായുധങ്ങളൊന്നും ഇല്ല രാജാവേ. സോറി, ഇതൊന്നും മുതലാവില്ല ഗൈസ്. എവരിഡേ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. എന്റെ മകന് കൊടുത്തേ. എത്രാമത്തെ അപ്പ? ഡയറ്റ് ആണ്, എത്ര ഡയറ്റ്? ചേച്ചി നീ കണ്ട ചേച്ചി, അമ്മ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് നെയ്പ്പത്തലും ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഓഹോ, പിന്നെ അത് ജസ്റ്റ് ഒരു വിസിൽ അമ്മ കേൾപ്പിക്കും. അമ്മ കേൾപ്പിക്കില്ല, കുക്കർ. കിലൻ കോംബോ ആണ് നെയ്പ്പത്തലും ചിക്കൻ കറി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ബ്യൂട്ടിഫുൾ വ്ളോഗ്. ഇന്ന് നമ്മളെ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ച നെയ്പ്പത്തലും ചിക്കൻ കറിയും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഐ ലവ് ഇറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഇഷ്ടം വരാം. എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഇഷ്ടമാകും കാരണം ഞാൻ കഴിച്ചു തുടങ്ങിയത് ലേറ്റ് ആയിട്ടാണ്. കണ്ണൂർ കാസർഗോഡൊക്കെ ഉള്ളവർ ഇഷ്ടംപോലെ കഴിച്ചു കാണും. നമ്മുടെ കാസർഗോഡിന്റെ സ്പെഷ്യൽ ഫുഡാണ്, മലബാറിന്റെ സ്പെഷ്യൽ ഫുഡാണ്. ഞാൻ അമ്മയുടെ കൈപ്പുണ്യവും അതിലേറെ ബ്യൂട്ടിഫുൾ ആണ്. സ്നേഹം, അതെ, സ്നേഹം കൂടി കൂട്ടി കലർത്തിയിട്ട് കുഴപ്പമില്ല. ഒരു കുറച്ച് ചീത്ത അധികം കേട്ടാലും നെയ്പ്പത്തലും ചിക്കനും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് സഹിക്കും. അപ്പൊ ഉണ്ടാക്കാം അമ്മ. ബാക്കി ഡീറ്റെയിൽസ് ബുക്ക് പറയും. അപ്പൊ നെയ്പ്പത്തലും ചിക്കനും ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ അമ്മ പറഞ്ഞുതരും. അമ്മ പറ, എന്തൊക്കെയാണ് അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? കുറച്ച് ഇങ്ങോട്ട് നിൽക്ക്, പേടിക്കല്ലേ? പേടിയൊന്നുമില്ല. ഇവിടെ മാത്രം ക്യാമറ വെച്ചാൽ മാത്രം ടെൻഷൻ, അല്ലെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ആരാ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. പറ. ഉണങ്ങലരി, പച്ചരിയല്ല അതിനടുത്തത്. നെല്ല് നേരിട്ടിട്ട് പിന്നെ ചുണങ്ങില്ലരിയ, ഉണങ്ങലരി എടുത്ത് കുതിർത്ത് വെച്ചു. 2 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം ആറാൻ വേണ്ടിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തു. ജീരകം തേങ്ങ അരച്ച് അതിൽ ചേർത്ത് കുഴച്ച് ജീരകം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി കുതിർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര അരി എടുത്ത്? 2 ഗ്ലാസ്. നമ്മൾ 2 ഗ്ലാസ് അരി എടുത്ത് 2 ഗാൾസ് അരി എടുത്ത് 2 ഗ്ലോസ്. പണ്ടെല്ലാം നമ്മളത് അരച്ചെടുക്കുകയാണ് ഇതും കൂടെ. ആട്ടുകല്ലിലോ അമ്മയില് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് തോർത്ത് വെച്ചിട്ടാണ് അരിക്കുക. അല്ല, തോർത്ത് വെച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുക, പരത്താം. പുതിയ തോർത്ത് വെച്ചിട്ട്. ഇപ്പം മെഷീനും പ്രസ്സിങ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൈകൊണ്ടാ പാത്രം. നമുക്കിവിടെ മെഷീനും പ്രസ്സിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ എന്നെ ചീത്ത പറഞ്ഞോണ്ട് കൈകൊണ്ട് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ഓൺലൈൻ നോക്കിയിട്ട് കിട്ടിയില്ല, സോറി. അരി പൊടിച്ചു വെച്ചതുണ്ട്. ഇതില് ഉപ്പ് ഇട്ടിട്ട് അരി പൊടിച്ചു വെച്ചതാണ്. ഉപ്പ് ഇടുവോ പൊടിക്കുമ്പോ? അത് അതിന്റെ ഒന്നിച്ച് നേരാവാൻ വേണ്ടിട്ട് പൊടിക്കാതിരിക്കും. ഓക്കെ. പിന്നെ തേങ്ങയും ജീരകം അരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്നിച്ച് കൂടി കുഴക്കും. തേങ്ങയും ജീരകം കൂടെ അരച്ചു വെച്ചതാണ് ഗൈസ് ഈ മിക്സിയില്. ഇത് ഓക്കെ. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് അമ്മ കുഴക്കും. കഴിഞ്ഞോ അതിന്റെ കാര്യം? ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കണം. ഇത്തിരി മറ്റേ തേങ്ങ വെള്ളം. മറ്റേ നിന്റെ മറ്റേ അമ്മ പറഞ്ഞ പോലെയല്ലോ പട്ടുസാരി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണോ അടുക്കളയിൽ നിൽക്കേണ്ടത്? ഞാൻ നിർത്തിച്ചതാ ഗോപുരത്തെ. ഗോപു എനിക്ക് ചീത്ത മേടിച്ചിട്ടുണ്ട്. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ അപ്പത്തേക്ക് പട്ടുസാരി കിട്ടുന്നതാണ്. അതൊന്നല്ല, വെറുതെ അമ്മയ്ക്ക് ഇപ്പൊ ഗോപുന് ചീത്ത കിട്ടും. അതൊന്നല്ല. പിന്നെ അമ്മ ഒരു നൈറ്റി ഒക്കെ ഇട്ടിട്ട് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു സാരി കൊടുത്തിട്ട് തരാൻ. കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ അമ്മ പറയും എന്നെ മാത്രം കാണാൻ ഇങ്ങനെ നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടെന്ന് പറയും. പിന്നെ വെറുതെ പരാതി ഒഴിവാക്കാലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി. ഇവിടെ കണ്ടോ ഒരാളുടെ ഷൂട്ട് ഉണ്ട് പറഞ്ഞപ്പോ ഫുൾ എന്താ പറയാ ഒന്നല്ല. അപ്പൊ ഷേവ് ചെയ്യാൻ ഓടുന്നു എന്തൊക്കെയാണ്. അപ്പം ഇത് ആ തേങ്ങയും അരച്ച തേങ്ങയും പിന്നെ കുറച്ച് ഇങ്ങനെ ആവാൻ വേണ്ടി മാത്രം വെള്ളം ഒരിത്തിരി ഉറ്റിച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കും. ഈ പത്തിരി പരത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പലക എടുത്തിട്ടുണ്ട്. അതില് കവർ വെച്ചിട്ടാണ് പരത്തുക. കണ്ടോ, നമ്മളടുത്ത് ഇങ്ങനെ കവർ ഉണ്ട്. കവർ തൽക്കാലം കട്ട് ചെയ്തിട്ട് പരത്താൻ വേണ്ടി ഉപയോഗിക്കാണ്. ഇത് 2 കഷ്ണമാക്കി ഒന്ന് മുകളിൽ ഒന്ന് താഴെ വെക്കാനാണ്. ഇവിടെ പ്രസ് ചെയ്യേണ്ട ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് പെടുന്ന പാടാണ് ഗൈസ്. ഇത് നമ്മളിത് റെഗുലർ ആയിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റം അല്ലല്ലോ. അതാണ് നമ്മൾക്ക്
ഈ എക്യുപ്മെന്റ്സ് ഇല്ലാത്തത് എന്താണ് ഇവിടെ പണിയായുധങ്ങളൊന്നും ഇല്ല രാജാവേ. ദണ്ടത്തേക്കാണല്ലോ. സോറി. ഓ ഇത്ര മതി അല്ലേ? അങ്ങനെ എന്നിട്ട് അങ്ങനെ വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഏതിന്? ഈ പാത്രത്തിനോ? അല്ല, പ്ലാസ്റ്റിക്കിന്. ഇതിന്റെ മേലെ വെച്ചു. ഇത് അമർത്തി. വെരി സിമ്പിൾ. ഇനി മതി. ദൈവമേ, അത്രക്ക് എണ്ണ വേണം? ഇതൊന്നും മുതലാവില്ല ഗൈസ്. എവരിഡേ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. എണ്ണ തിളച്ചു. കഴിഞ്ഞൊന്ന് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കണം. ഇതിലാണെങ്കിൽ പ്രസ്സിൽ അമർത്തിട്ട് കിടക്കണം. എടുത്തോ. ഇതാണ് ഇതിന്റെ ഒരു പാകം. ഇതിങ്ങനെ പൊള്ളി ഇങ്ങനെ വരും. ആക്ച്വലി പല പേരുണ്ട് കേട്ടോ. ചില നാട്ടില് നെയ് പത്തല് എന്ന് പറയും, ചില നാട്ടില് നെയ് പത്തല എന്ന് പറയും. നമ്മൾ എന്താ പറയാ? നെയ്പത്തലയോ? നമ്മള് നെയ്പത്തല എന്നാണ് പറയാ. തല പത്തല് ആണെന്ന് തോന്നുന്നു ആക്ച്വലി കറക്റ്റ് വേർഡ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് കുറച്ചെണ്ണം ഉണ്ടാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ലഞ്ചിനുള്ളത് വേണം. പിന്നെ നമ്മുടെ ആ ഒരു യമ്മി ചിക്കൻ കറിയും വരുന്നുണ്ട്. അടിപൊളി. തിന്നുമായിരിക്കും ഞാൻ. അമ്മ ഇതെന്ന് അറിഞ്ഞാലോ, ഇത് കൊറേ ഉണ്ടല്ലോ. നമ്മുടെ കറിക്കുള്ള സാധനം റെഡിയാണ്. ഇങ്ങനെ കഴിക്കണം, നമ്മളെ ചൂടോടെ. കറി കൂടി റെഡിയാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചത്. ഇതിന് കറി പോലും വേണ്ട ശരിക്കും. നമ്മൾ ഒന്ന് കഴിച്ചു തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അമ്മ സ്പെഷ്യൽ ചിക്കൻ കറി. സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, തക്കാളി. ഇത് വഴറ്റൂല, ഇതൊക്കെ വഴറ്റും. ഓക്കെ. മല്ലിയില ഒഴികെ ബാക്കി എല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് എണ്ണയിൽ വഴറ്റാൻ പോവാണ് ഗൈസ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹലോ, എത്രാമത്തെ അപ്പ? ഡയറ്റാണ് അത്ര ഡയറ്റ്. ഇന്നത് കഴിക്കണ്ടോണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും വരെ കഴിച്ചില്ല, അറിയോ? എന്താ കുത്തേ? പിന്നെ ചെയ്യല്ലേ, അമ്മമ്മക്ക് ഇനിയും ഉണ്ടാക്കാൻ വയ്യ കേട്ടോ. ഉള്ളിയും തക്കാളി ആദ്യം ഉള്ളി. ഉള്ളി മൂക്കാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. വേഗം മൂക്കാൻ. കുറച്ച് നമുക്ക് ചേച്ചി നീ കണ്ടയച്ചി അമ്മ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് നെയ്പത്തലും ചിക്കൻ ഉണ്ടാക്കിട്ടിരുന്നു. അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നെ. ഓഹോ. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളകാ. ഓക്കെ ഓക്കെ. അപ്പൊ പച്ചമുളക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇത് തേങ്ങ വറുത്ത ചിക്കൻ കറിയാണ്. പശു ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൊത്തം ഇതിലേക്ക് കൈകൊണ്ട് ഞാൻ കൈകൊണ്ട് എടുക്കൂല. നമ്മള് പാക്കറ്റ് പേസ്റ്റ് ഒന്നല്ല, നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഞാൻ തന്നെ വളർത്തുന്നു. നല്ല മണം വരുന്നുണ്ട്. തേങ്ങ വഴറ്റി നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. 2 സ്പൂൺ ചിക്കൻ മസാല, 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മുളക് പൊടി. ടീസ്പൂൺ ആണ് കേട്ടോ പറയുന്നത്. നേരത്തെ മുളക് വരട്ടി വെച്ചിട്ടുണ്ട്. മുളക് നമ്മൾ കുറച്ചായിട്ടുള്ള, നമ്മൾ അത്ര എരിവിന്റെ ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിന് എരിവില്ല. കുരുമുളക് പൊടി
ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കും. അപ്പൊ നമ്മുടെ മസാല, അയ്യോ ഇത് ചിക്കൻ ബിരിയാണിയുടെ മസാല പോലെ ഉണ്ടല്ലോ മലബാറിലെ. ഈ ചിക്കൻ നമ്മളെ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ മസാല കെട്ടി വെച്ച ചിക്കൻ ആണേ. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ട, പ്ലെയിൻ ചിക്കൻ ഇട്ടാൽ മതി. അപ്പൊ പകരം നമ്മൾ അതിൽ മുളക് പൊടി ഇടുന്ന കുറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ ഡിഫറൻസ്. അമ്മ കളിക്കോ കാസർഗോഡല്ലേ, എന്റെ മോള് കാസർഗോഡല്ലേ. ചിക്കന് നേരത്തെ ഉപ്പ് ഇട്ട് പരക്കി വെച്ചതാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഉപ്പ് ചേർക്കാത്ത. പിന്നെ നോക്കിയിട്ട് ചേർക്കാം. വെള്ളം ഒഴിക്കുന്നുണ്ടോ? കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു തുള്ളി അധികം വെള്ളം ആവരുത് കേട്ടോ, അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഇതിന്റെ കളർ കണ്ടോ നിങ്ങള്? അതായത് ഒരു ചിക്കൻ കറിയുടെ പരുവമായി ഇപ്പൊ കാണുമ്പോ കണ്ടോ. ഇനി അത് ജസ്റ്റ് ഒരു വിസിൽ അമ്മ കേൾപ്പിക്കും. അമ്മ കേൾപ്പിക്കില്ല, കുക്കർ. ഇനി ഒരു വിസിൽ, ഒറ്റ വിസിൽ കേട്ടില്ലേ? അങ്ങനെ വിസിൽ ഒന്നടിച്ചു. നമ്മള് കുക്കർ തുറക്കാൻ പോവാണ് ഗൈസ്. വെയിറ്റ്. അപ്പൊ നമ്മള് ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കണ്ടോ, 1 വിസിൽ. പിന്നെ ഇത് നമ്മൾ നേരത്തെ എണ്ണയില് വറുത്തില്ലേ, തേങ്ങയും മസാലപ്പൊടി, നമ്മളുടെ എന്താണ് ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട്, പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഇടാം. നമുക്ക് കുരുമുളക് പൊടി ലേശേ ഉള്ളത് ഇടട്ടെ ഇതിലേക്ക് ഇടാം അല്ലെ. നമ്മൾ കുരുമുളക് പൊടി കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് ഈ അരവ് നമ്മള് തിളക്കുന്ന ചിക്കനിലേക്ക് ഇടുകയാണ്. ഒരാഴ്ചയായിട്ട് ഇവിടെ ചിക്കൻ കറി തന്നെ ചിക്കൻ കറി അല്ലേ. അമ്മ വന്നെന്ന് അമ്മയ്ക്ക് സ്നേഹം കൊണ്ട് ഉണ്ടാക്കി തന്നു. ഇന്ന് നമ്മള് അമ്മേനെ നിർബന്ധിപ്പിച്ചുണ്ടാക്കി, കാരണം നമ്മൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. കറിവേപ്പില നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിയില. ഈ അരവ് മൊത്തം എടുത്തില്ല. ഇനി അരവിലേക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് ഇങ്ങനെ കലക്കി അതും കൂടി ഒഴിക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടാകുമ്പോ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വറുത്തിട്ട് ഇടാം. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ രുചി കൂട്ടാം, അത് കൂടാൻ നല്ല സ്വാതന്ത്ര്യം. എന്റെ ഉപ്പ് നോക്കണേ കേട്ടോ, ചിക്കൻ കഴിക്കാത്തോണ്ട് എനിക്ക് ഉപ്പ് നോക്കണം. ജസ്റ്റ് ഒന്ന് മൂടി തിളച്ചാൽ മതി, ബാക്കിയെല്ലാം തക്കാം. ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. ആ മസാലകളും എല്ലാം കൂടെ അടിപൊളി. ഇത് അമ്മേന്റെ മാത്രം സ്പെഷ്യൽ ടേസ്റ്റ് ആണ്, കാരണം അമ്മ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു രുചി അങ്ങനെ കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിപ്പിച്ച് ഇന്ന് ഉണ്ടാക്കിച്ചത്. താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ നിർബന്ധിപ്പിച്ച്. അടിപൊളി മണം. കാച്ചി ചിക്കൻ കറിയും നമ്മുടെ നെയ്പത്തലും റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് കഴിക്കാൻ വേണ്ടോ? But baby, I bet you're cold without me, even when it's 90 degrees. Without me, I bet that you can get any sleep. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. നല്ല ചൂട് ചിക്കൻ കറിയാണ്. അമ്മ അടിപൊളി. മക്കളെ you will love it. You must try. അതും ചോറും ഭയങ്കര ടേസ്റ്റാ. കയ്യിന്റെ ആണോന്ന് അറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിട്ടോ. അമ്മ ഇനി ആ മറ്റേ തേങ്ങ ഇടുന്ന കറിയും കൂടി എപ്പോഴെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. തേങ്ങ ഇടുന്ന ഉപ്പേരി പോലത്തെ കറി ഞാൻ വീട്ടിൽ പോകുന്നു. കാഞ്ഞങ്ങാടിപ്പന്നെ വരൂല മെയില്. അപ്പൊ നന്നായിട്ട് ഉണ്ടാക്കിത്തരാം. അമ്മ അടിപൊളി. അമ്മയോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പൊ നമ്മളിത് കഴിച്ചിട്ട് നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് വീഡിയോ കാണണോ, കണ്ടിട്ട് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടിയിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യണം. ടാസ്ക് ആണ്, ടാസ്ക് ആണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളെ നാടിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ, അതും കൂടെ അറിയണ്ടേ. അപ്പം എറണാകുളത്തുള്ളവരായാലും ട്രിവാൻഡ്രമുള്ളവരായാലും ഒക്കെ ഒന്ന് നമ്മൾ കാസർഗോഡുകാരുടെ ഒരു ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. All right guys, thank you. Lots and lots of love. Bye bye. The sun is always shining right